ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. പൊതുവെ ശാന്തശീലരായിട്ടുള്ള, വൃത്തിക്കും ഭംഗിക്കും എല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ഈ ചോതി നക്ഷത്രക്കാരുടേതായ ബാല്യകാലം കുറച്ചൊക്കെ വിഷമാവസ്ഥകളിലൂടെ കടന്നു പോകുമെങ്കിലും ആരോടും തന്നെ കടപ്പാടില്ലാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ ബുദ്ധിപരമായിട്ട് പരിശ്രമിച്ച് മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ് ഈ ചോതി നക്ഷത്രക്കാർ. തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചോതി നക്ഷത്രക്കാരിൽ ഈ ജൂലൈ മാസത്തിൽ ആരോഗ്യസ്ഥിതി വളരെയധികം തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ്. എന്നാലോ 5ാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും ദീർഘവീക്ഷണവും വളരെ നല്ലതാണ്. തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക്, അഭിവൃദ്ധിക്ക്, മനസ്സന്തോഷത്തിന് എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. കർമ്മസ്ഥാനത്ത് ബുധൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും എല്ലാം തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതി വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, 5ാം ഭാവത്തിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. വിശേഷിച്ച് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ചോതി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് സർപ്പപ്രീതികരമായിട്ട് ശിവക്ഷേത്രത്തിലെ സർപ്പപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക, ആയില്യ പൂജ ചെയ്യുക, ഇതൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ.